വിജയം വരിക്കാൻ 2 താക്കോലുകൾ അത്യാവശ്യമാണ്. ഏതൊക്കെയാണ് ആ 2 താക്കോലുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒരു സഹോദരൻ സൂചിപ്പിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബമായിട്ട് എവിടെ പോയാലും ആളുകളിൽ നിന്ന് ഒരു കമന്റ് അദ്ദേഹം കേട്ടിട്ടുണ്ട്: നീ ഭാഗ്യവാൻ. എന്റെ കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യ നല്ല നിറമുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യ ഒരു ഇരുണ്ട നിറമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല നിറമുള്ള ഭാര്യയെ കിട്ടിയതിന്റെ പേരിലാണ് നീ ഭാഗ്യവാൻ എന്ന് അവരൊക്കെ കമന്റ് പറയാറുള്ളത്. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ നിറമൽപ്പം കുറവാണെങ്കിലും നിറമില്ലെങ്കിലും തനിത്തങ്കമാണ് ആ ചേട്ടത്തിയുടെ സ്വഭാവം. കാരണം അവരുടെ ആ വിനയം, അവരുടെ സംസാരം, അതെല്ലാം വളരെ വളരെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. എൻ്റെ ഭാര്യയുടെ പ്രത്യേകത കാര്യം നിറമുണ്ട്, അങ്ങനെ പുറമേ നോക്കിയാൽ കാണാൻ മിടുക്കിയാണ്. പക്ഷെ വാ തുറന്നാൽ കടിച്ചു തിന്നാൻ വരുമ്പോലെയാണ്. അവർക്ക് സൗമ്യമായിട്ട് വർത്തമാനം പറയാനേ അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞത്, ആളുകളൊക്കെ ഇങ്ങനെ കമന്റ് പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം എൻ്റെ ജ്യേഷ്ഠനാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാൻ. കാരണം ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതിൻ്റെ പേരിൽ. ഇവിടെ ഒരു വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിത വിജയത്തിന് 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 കാര്യങ്ങളാണ് ആ 2 താക്കോലുകൾ. ഇവ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് വിനയം. ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുന്നത്, വെൻ യു അപ്രോച്ച് ഗാഡ്, ദൈവത്തെ സമീപിക്കുമ്പോൾ നിനക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിനയം, എളിമ. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനം, അടിത്തറ എന്ന് പറയുന്നത് വിനയമാണ്. വിനയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ശക്തിയുള്ളതായിരിക്കും, ആ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമാകും, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. 2ാമത്തെ താക്കോലാണ് സൗമ്യത. ഫ്രാൻസിസ് സാലസ് പറയും, വെൻ യു ഡീൽ വിത്ത് യുവർ നെയ്ബർ, ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ജെന്റിൽനെസ്. അതാണ് സൗമ്യത. ദൈവത്തെ സമീപിക്കുമ്പോൾ നമുക്ക് വേണ്ടത് വിനയം, സഹോദരങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സൗമ്യത. ഈ 2 കാര്യങ്ങൾ ചങ്കോട് ചേർത്ത് പിടിക്കുന്നവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. പരീക്ഷാ വിജയത്തെക്കാൾ ജീവിത വിജയമുണ്ടാകും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമാണല്ലോ, ജീവിത വിജയം. അതിന് ഈ 2 കാര്യങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഏതാനും വചനഭാഗങ്ങളിലൂടെ ഈ 2 കാര്യങ്ങൾ നമുക്ക് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം വിനയം. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരു ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട 5 വി ചേർത്തുള്ള കാര്യങ്ങൾ. 1 വിനയം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിവരം, 5ാമത്തേതാണ് വിശ്വസ്തത. ഇതിൽ ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തന്നെ വിനയം. അത് ഭാര്യയ്ക്കെന്നല്ല, ഏതൊരു വ്യക്തിക്കും, ദൈവമക്കൾക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് വിനയം എന്നുള്ളത്. പ്രഭാഷകൻ 3:18 നമുക്ക് സുപരിചിതമായിരിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. വിനയമില്ലെങ്കിൽ ഒരുപക്ഷെ ആളുകളുടെ മുമ്പിൽ നമുക്ക് സ്ഥാനവും മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മൾ പാത്രമാകില്ല. അതിന് വേണ്ടത് വിനയം. നിനക്ക് എന്തുമാത്രം കഴിവുകളുണ്ട്, എന്തുമാത്രം സാമർഥ്യമുണ്ടെങ്കിലും അതനുസരിച്ച് വിനയമുള്ള വ്യക്തിയാവുക, എളിമപ്പെടുക. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ലൂക്ക 14:11, 18:14 വായിക്കുമ്പോൾ ഒരുപോലെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവനോ ദൈവത്താൽ ഉയർത്തപ്പെടും. ഫിലിപ്പിയർ 2-ാം അധ്യായം 8-9 വചനങ്ങൾ എടുക്കുമ്പോൾ, യേശു കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അപ്പോൾ പിതാവ് ചെയ്തൊരു കാര്യം, അവനെ ഉയർത്തി, അവൻ്റെ നാമം മറ്റെല്ലാ നാമങ്ങൾക്കും ഉപരിയാക്കി. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ സ്ഥാനം പിടിക്കുവാനായിട്ട് അവിടുന്ന് ഇടവരുത്തുകയും ചെയ്തു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അഹങ്കാരം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പരാജയ കാരണമാകുന്ന ഒരു കാര്യമാണ്. പരാജയത്തിന് കാരണമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്നത് അഹങ്കാരമാണ്. ഉൽപ്പത്തി 11-ാം അധ്യായം, ബാബേൽ ഗോപുരം, ബാബേൽ കൾച്ചർ, അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഭാഷ ഭിന്നിക്കപ്പെട്ടു. കാരണം അവരുടെ അഹങ്കാര ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ് ബാബേൽ ഗോപുരം പണിയുക എന്നുള്ളത്. എസെക്കിയേൽ 16:49 എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സോദോം ഗൊമോറയുടെ പാപം എന്തായിരുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2ാമത്തെ കാര്യം സൗമ്യത. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കൊളോസസ് 4:6 വായിച്ചാൽ, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. സൗമ്യതയുള്ളവർക്കാണ് അത് ചെയ്യാൻ സാധിക്കുക. ഇനി അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ സൗന്ദര്യമുള്ളവരും അനുഗ്രഹീതരുമായിട്ട് മാറും. സുഭാഷിതങ്ങൾ 15:1 വായിച്ചാൽ, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കും, പരുഷമായ വാക്ക് ക്രോധം ഇളക്കിവിടും. അതുകൊണ്ട് സൗമ്യമായ മറുപടി, സൗമ്യതയിൽ
ഓടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവസാനമായിട്ട് സുഭാഷിതങ്ങൾ 15:4 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്, വികടമായ വാക്ക് മനസ്സ് പിളർക്കും. ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ 2 കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്കും തീരുമാനമെടുക്കാം. അങ്ങനെ യഥാർത്ഥ ആത്മീയതയിൽ വളർന്ന് മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറുവാൻ പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കുന്നത് അഹങ്കാരികളും മുൻകോപികളുമായവരുടെ മാനസാന്തരം. മനുഷ്യന്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.